Hello everyone, welcome to Expert Gain Corporate Training and Consulting. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡെക്സ് പ്ലസ് മാച്ച് ഫോർമുലയാണ്. മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത VLOOKUP ഫോർമുല അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ഫോർമുലയാണ് ഇൻഡെക്സ് പ്ലസ് മാച്ച്. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇവിടെ രണ്ട് ടേബിൾ ഉണ്ട്. അപ്പം ഇവിടെ ഈ ടേബിളിൽ ലാസിയോ എന്ന് പറയുന്ന ടീം ഏത് കൺട്രിയിൽ നിന്ന് വരുന്നതാണ് എന്ന് നമുക്ക് അറിയണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു ഫോർമുലയാണ്, മാച്ച് എന്ന് പറയുന്നത് വേറൊരു ഫോർമുലയാണ്. അപ്പം ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളൊരു പുതിയ ഫോർമുല ക്രിയേറ്റ് ചെയ്യുക. സോ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ്. നമ്മൾ ഒരു ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കുന്ന സെലക്ട് ചെയ്യുന്ന ടേബിളുമായിട്ട് മാച്ച് ആവുകയാണെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടണം. ഇതെങ്ങനെയാണ് പ്രാക്ടിക്കലി ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ഏത് ഫോർമുലയും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ ടു ആണ്. ഈക്വൽ ടു ഇൻഡെക്സ് ടാബ് പ്രസ് ചെയ്തു. ആദ്യം ചോദിക്കുന്നത് അറേയാണ്. കൺട്രിയുടെ അറേ നമ്മൾ സെലക്ട് ചെയ്തു, കാരണം ഇതാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടേണ്ടത്. F4 പ്രസ് ചെയ്തു. അതായത് F4 എന്ന് പറഞ്ഞാൽ ഫ്രീസ് ചെയ്യാന്നാണ് ഉദ്ദേശം. ഇനി നമുക്ക് നമ്മളെ സെക്കൻഡ് ഫോർമുലയായ മാച്ചിലോട്ട് കിടക്കാം. മാച്ച് ആദ്യം ചോദിക്കുന്നത് ലുക്കപ്പ് വാല്യൂ ആണ്. അപ്പം ഇവിടെ ലുക്കപ്പ് വാല്യൂ എന്ന് പറഞ്ഞാൽ ടീം നെയിമാണ്. ഇതാണ് നമുക്ക് മാച്ച് ചെയ്യേണ്ടത്. സോ അതും ഫ്രീസ് ചെയ്തു. കോമ ലുക്കപ്പ് അറേ ഏത് ടേബിളിലാണ് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടീമിൻ്റെ ഈ ഒരു ലിസ്റ്റ് സെലക്ട് ചെയ്തു, അതും ഞാൻ ഫ്രീസ് ചെയ്തു. ഇനി കോമ 3 ഓപ്ഷൻ ഉണ്ട്. ലെസ് ദാൻ, എക്സാക്ട് മാച്ച്, ഗ്രേറ്റർ ദാൻ. നമുക്ക് വേണ്ടത് എക്സാക്ട് മാച്ചാണ്. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇൻഡെക്സിൻ്റെ ഫോർമുല ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓൾറെഡി ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ആയിരുന്നു, ഇത് നമ്മൾ ക്ലോസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, 2 ബ്രാക്കറ്റ് ഇട്ട് ക്ലോസ് ചെയ്യണം. സോ എൻ്റർ അടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് റിസൾട്ട് കിട്ടും, ഇറ്റലിയാണ്. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത VLOOKUP പോലെ തന്നെ സെയിം റിസൾട്ടാണ് ഇവിടെ വരുന്നത്, പക്ഷേ ഒരു ഡിഫറെൻറ്റ് ഫോർമുല, ഇൻഡെക്സ് പ്ലസ് മാച്ച് ഫംഗ്ഷൻ.